പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചയിലെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീം ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദ മിസ് വേഴ്സസ് ഒബാ ഫെമി തമ്മിലുള്ള മത്സരം കൂടി അടുത്ത ആഴ്ച നടക്കാൻ സാധ്യത ഉണ്ടെന്നും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കാൻഡിസ് ലെറെ വേഴ്സസ് ജോർദൻ ഗ്രേസ് തമ്മിലുള്ള മത്സരം കൂടി അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. സ്മാക്ഡൗൺ എപ്പിസോഡിൽ അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയൊരു നമുക്ക് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് നൽകുന്നത് അങ്കിൾ ഹൗഡി വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരം അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം അവർക്ക് തമ്മിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മത്സരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങളിലെ വിജയികളെ സംബന്ധിച്ചാണ്. അട്ടിമറി നടന്ന 2 മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ആദ്യത്തെ ഒരു ക്വാളിഫയർ മത്സരം വുമൻസ് ഡിവിഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കിയാന ജെയിംസ് ഷാർലറ്റ് ഫ്ലെയറിനെ പിൻ ചെയ്തിട്ട് നയ ജാക്സും കൂടി ഭാഗമായിട്ടുള്ള ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഷാർലറ്റ് ഫ്ലെയർ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഷാർലറ്റ് ഫ്ലെയർ അല്ലാതെ മറ്റൊരു റെസ്ലർ വിജയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ അട്ടിമറിയാണെന്ന് പറയേണ്ടി വരും. ഷാർലറ്റ് ഫ്ലെയർ അല്ലാതെ പിന്നീട് നമുക്കൊരു വിജയ സാധ്യത കൊടുക്കാൻ സാധിച്ചിരുന്നത് നയ ജാക്സിനായിരുന്നു. പക്ഷേ നയ ജാക്സും വിജയിച്ചില്ല. കിയാന ജെയിംസ് വിജയിക്കുമെന്ന് ഒരാൾ പോലും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതും ഷാർലറ്റ് ഫ്ലെയറിനെ പോലെയുള്ള താരത്തെ പിൻ ചെയ്തിട്ട് കിയാന ജെയിംസ് വിജയിച്ചു എന്ന് പറയുമ്പോൾ കിയാന ജെയിംസ് എന്ന് പറയുന്ന റെസ്ലറിനെ ഇവർക്ക് പുഷ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഷാർലറ്റ് ഫ്ലെയറിന് റെസ്ൽമേനിയയിലേക്ക് മറ്റ് സ്റ്റോറിയാണ് അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടി അവർ നൽകുന്നുണ്ട്. അതെന്തായാലും ഗംഭീരമായി. അതുപോലെ തന്നെ ട്രിക് വില്യംസ് ജയിച്ച മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരം ട്രിക് വില്യംസിനെ കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ കാർമേല ഹെയ്സ്, ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റ് കൂടി എലിമിനേഷൻ ചേംബറിലേക്ക് എത്തി. എലിമിനേഷൻ ചേംബർ ഒന്ന് കൊഴുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിലവിൽ വലിയൊരു സപ്പോർട്ട് കാണികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന യുവ താരമായ ട്രിക് വില്യംസിനെ വിജയിപ്പിച്ച് ട്രിക് വില്യംസിനെ ഭാവിയിലേക്ക് ഞങ്ങൾ എന്തായാലും പുഷ് ചെയ്യും. കമ്പനിയുടെ ഒരു ടോപ്പ് ഹെവി വെയ്റ്റ് റെസ്ലറാണ് ട്രിക് വില്യംസ് എന്നുള്ളത് കാണിക്കാൻ അവർക്ക് വലിയൊരു കാഴ്ചപ്പാടുണ്ട് എന്ന് കാണിച്ചു തരുന്നൊരു എപ്പിസോഡ് കൂടിയായിരുന്നു ഈ ട്രിക് വില്യംസിനെ വിജയിപ്പിച്ച ഇന്നത്തെ എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ട്രിക് വില്യംസിൻ്റെ ഈ ഒരു വിജയം എലിമിനേഷൻ ചേംബർ ഒന്നുകൂടി ഒരു ക്വാളിറ്റി ആക്കും. കാരണം യുവതാരങ്ങൾക്ക് കൂടി അവസരം കൊടുക്കുമ്പോൾ ഇനി വരുന്ന തലമുറയിലെ താരങ്ങൾ ഞങ്ങൾ ഇവരെയൊക്കെയാണ് ഇനി പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു അർത്ഥം കൂടി ക്രിയേറ്റീവ് ടീം നമുക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അങ്ങനെ 2 അട്ടിമറി വിജയങ്ങൾ നടന്ന ഒരു മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ ചുരുക്കി ഒറ്റവാക്കിൽ പറഞ്ഞാൽ അട്ടിമറി വിജയങ്ങളും അട്ടിമറി റിസൾട്ടുകളും കാണാൻ സാധിച്ച ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ച ഇല്യ ഡ്രാഗനോ വേഴ്സസ് ടാമ ടോങ്ക തമ്മിലുള്ള മത്സരത്തിൽ ടാമ ടോങ്ക എന്ന് പറയുന്ന റെസ്ലർ വിജയിക്കുമെന്ന് ഒരാളും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇല്യ ഡ്രാഗനോവിന് ഇപ്പോൾ നല്ലൊരു പുഷ് കിട്ടി. അദ്ദേഹം ചാമ്പ്യനൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റോറി ലൈനിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ MFT എന്ന് പറയുന്ന ടീമിലെ വെറുമൊരു അംഗമായ ടാമ ടോങ്കയ്ക്കെതിരെ ഇല്യ ഡ്രാഗനോവ് പരാജയപ്പെടുമെന്ന് ഒരാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ആ ഒരു പരാജയം ഒരു അട്ടിമറി വിജയമാണ് ടാമ ടോങ്കയ്ക്ക് ഇന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ടാമ ടോങ്ക, ഷിൻസ്കെ നാക്കമോറ ഇവരുടെ സ്റ്റോറി ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ MFT എന്ന് പറയുന്ന ടീമിൽ നിന്ന് ടാമ ടോങ്ക പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സിലൂടെ ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങളിലെ അട്ടിമറികൾ, ഈ ഒരു അട്ടിമറിയൊന്നും ഒരാളും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എടുത്തു പറയേണ്ടത് മെയിൻ ഇവൻറ്റിലെ അലിസ്റ്റർ ബ്ലാക്ക് റാൻഡി ഓർട്ടൺ എന്ന സൂപ്പർ താരത്തിനെതിരെ വിജയിച്ച രീതിയാണ്. അത് ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും അലിസ്റ്റർ ബ്ലാക്കിന് വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതും മറ്റൊരു അൺഎക്സ്പെക്റ്റഡ് വിക്ടറി നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത റെസ്ലേഴ്സൊക്കെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വിജയിച്ചു വരുന്ന കുറേയധികം മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ സമ്മാനിക്കുന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഫീൽ ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ്, സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ അലിസ്റ്റർ ബ്ലാക്ക് റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും അതിലേക്ക് നയിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിൻറ്റയർ റാൻഡി ഓർട്ടനെ ആക്രമിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൂ മാക്കിൻറ്റയർ റാൻഡി ഓർട്ടനെ ആക്രമിച്ചത്? റാൻഡി ഓർട്ടൻ്റെ സ്റ്റോറി അവർ ഇനി എങ്ങനെ കൊണ്ടുപോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ ഒരു പോയിന്റ്സാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഓൾറെഡി അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിൻറ്റയറിനെ
കോഡി റോഡ്സ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയ 2 എതിരാളികളുണ്ട്. ഇതുകൂടാതെ ഇന്നിപ്പോൾ ഡയറക്റ്റ് റാൻഡി ഓർട്ടനെ ആക്രമിച്ചതിലൂടെ റാൻഡി ഓർട്ടൻ കൂടി ആ ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരുന്നത് പോലെ അവർക്ക് ഇനി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പോയിന്റ് 1 അതാണ്, റാൻഡി ഓർട്ടനെ തിരികെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരിക. സാധാരണ റാൻഡി ഓർട്ടൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ചലഞ്ച് ചെയ്യുന്നതിന് പകരം ഇത്തവണ തൻ്റെ എതിരാളിയെ ചാമ്പ്യൻ തന്നെ കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് ഡ്രൂ മാക്കിൻ്റെയർ റാൻഡി ഓർട്ടനെ അങ്ങോട്ടേക്ക് പോയിട്ട് ആക്രമിക്കുന്നു. അങ്ങനെ റാൻഡി ഓർട്ടനെയും കൂടി ഒരു വില്ലനാക്കി മാറ്റാൻ, അല്ലെങ്കിൽ വില്ലൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു റെസ്ലറാക്കി മാറ്റാൻ ഡ്രൂ മാക്കിൻ്റെയറിന് സാധിച്ചു. അപ്പോൾ റാൻഡിയെ തിരികെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത്തെ പോയിന്റ്, എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കോഡി റോഡ്സ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരത്തിൽ വിജയിച്ചപ്പോൾ കോഡി റോഡ്സ് ആണ് എലിമിനേഷൻ ചേംബർ വിജയിക്കാൻ പോകുന്നതെന്നും ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി അനുസരിച്ചുള്ള മത്സരമാണ് റെസ്ൽമേനിയ 42 നടക്കാൻ പോകുന്നത് എന്നുള്ളതും ആരാധകർക്കിടയിൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ റാൻഡി ഓർട്ടനെ ആക്രമിക്കുന്ന മൊമെൻറ്റ് ഡ്രൂ മാക്കിൻ്റെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഇനി റാൻഡി ഓർട്ടൻ എങ്ങാനും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിജയിച്ച് ഡ്രൂ മാക്കിൻ്റെയറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആരാധകർക്കിടയിൽ വന്നിട്ടുണ്ടാകും. അത് എലിമിനേഷൻ ചേംബർ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. അവസാനത്തെ 2 റെസ്ലേഴ്സായി ചേംബറിൽ കോഡി റോഡ്സും റാൻഡി ഓർട്ടനും അവസാനിക്കുമ്പോൾ അവരുടെ ആ ഫൈറ്റ് സീക്വൻസ് കാണാനുള്ള ഒരു വ്യൂവർഷിപ്പ് നല്ലതുപോലെ ഉയരും. ആരാധകർക്കിടയിൽ നല്ലൊരു ക്യൂരിയോസിറ്റിയും നല്ലൊരു ഇൻട്രസ്റ്റും ഈ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത് ഇനി വരുന്ന മാസങ്ങളിൽ റാൻഡി വേഴ്സസ് കോഡി തമ്മിലുള്ള സ്റ്റോറിയിലേക്കും ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൂ മാക്കിൻ്റെയർ റാൻഡി ഓർട്ടനെ ആക്രമിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചും ഈ രംഗങ്ങളെ സംബന്ധിച്ചും എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.